നിലവിലക്കിൻ ചുറ്റും നാടും കലയും കാലടി താളം ചേരുന്നു മേലം മാർഗം കളിയുടെ ഉയിർപ്പാട്ടിൽ നൂറുനൂൽ കവിതകളായിരം ഭാവം ആടിപ്പാടി യാണന്തിപ്പൂ മാർഗം കളി മാർഗം കളി. ക്രൈസ്തവ രംഗകലകളിൽ അതുല്യമായ സ്ഥാനം അവശേഷിപ്പിക്കുന്ന മാർഗംകളി എന്ന രംഗകലയ്ക്ക് ജീവനും ജീവിതവും നൽകിയ എല്ലാ ശ്രേഷ്ഠ കലാകാരന്മാരെയും മനസ്സാ സ്മരിക്കുന്നു. മാർഗംകളിയെ സജീവമാക്കുന്നതിൽ സജീവ സാന്നിധ്യമായ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരെയും ഈ കലയ്ക്ക് അംശം നൽകിയ പി യു ലൂക്കാസിനെയും വട്ടക്കളത്തിൽ മത്തായിയച്ചനെയും ജേക്കബ് വെള്ളിയാനച്ചനെയും ജേക്കബ് കൊല്ലാവുറച്ചനെയും മരങ്ങാട്ടിൽ ലൂക്ക ആശാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ആശാന്മാരെയും മനസ്സാ സ്മരിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി ഈശോയുടെ സുവിശേഷം അറിയിക്കാൻ ആഹ്വാനം സ്വീകരിച്ച് ഭാരതം ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മക്കളെന്ന നിലയിൽ തോമാസ് ശ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗകലയായ മാർഗംകളി നമുക്ക് അഭിമാനകരമാണ്. മാർ അദ്ദായി, മാർ മാറി തുടങ്ങിയ പൗരസ്ത്യ സഭാപിതാക്കന്മാർ നമ്മിലേക്ക് പ്രവഹിപ്പിച്ച ക്രൈസ്തവ വിശ്വാസം അത് സ്വീകരിച്ചുകൊണ്ട് ദക്ഷിണ മെസൊപ്പൊട്ടാമിയയിൽ നിന്ന് കേരളത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്ന ജ്ഞാനായ പൂർവികരിലൂടെ തുടരുന്ന വിശ്വാസ പാരമ്പര്യ പൈതൃകമാണ് മാർഗംകളിയിലൂടെ നമ്മൾ ഇപ്പോഴും പിന്തുടർന്നു വരുന്നത്. തോമാസ് ശ്ലീഹായിലൂടെ ലഭിച്ച ആ പൈതൃകത്തെ ഭാരതത്തിലേക്ക് എത്തിക്കുവാൻ, അതിലൂടെ സുറിയാനി പൈതൃകത്തെ പങ്കുവയ്ക്കുവാൻ ക്നൈത്തോമ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെലുത്തിയ സ്വാധീനം വലുതാണ്. ആ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെത്തി ആദ്യ നിമിഷം തന്നെ സ്ഥാപിക്കുന്ന ദേവാലയത്തിന് മാർത്തോമ പള്ളി എന്ന പേര് നൽകി ദേവാലയം സ്ഥാപിക്കുന്നതും ക്രിസ്തീയ വിശ്വാസത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭാരതത്തിൽ വന്ന തോമാസ് ശ്ലീഹായുടെ വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മൈലാപ്പൂരിൽ വെച്ചുള്ള മരണവുമൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും നമ്മൾ ധൈര്യം കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാർഗംകളി എന്ന കലാരൂപത്തിൻ്റെ സാഹിത്യരൂപമായ മാർഗംകളി പാട്ട് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമുക്കറിയാം, മാർഗംകളിയുടെ ഔദ്യോഗിക പാഠം ഒരു വന്ദനഗാനവും 14 പാദങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ 14+1 15 വ്യത്യസ്തമായ ഈണങ്ങളാണ് അതിനുള്ളത്. കേരളത്തിൻ്റെ ഒരു തനിമയും സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ഈണങ്ങൾ ശരിക്കും ദ്രാവിഡ ഈണങ്ങളാണ്. നാടൻ പാട്ടുകളുടെ ശൈലിയോട് അടുത്ത് നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ 15 ഈണങ്ങളാണ് മാർഗംകളിക്ക് ഉള്ളത്. അതിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പതിഞ്ഞ താളത്തിൽ തുടങ്ങി ദ്രുതതാളത്തിലേക്ക് നീങ്ങുന്ന ആ പാട്ടുകളുടെ സഞ്ചാര വഴി അങ്ങനെയാണ്. പാട്ട് തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മെയ്ക്കണീന്ത അതേപോലെ പതിഞ്ഞ താളത്തിൽ. പിന്നീട് വ്യത്യസ്ത
പാദങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിങ്ങനെ മുറുകി വരുന്നുണ്ട്. അപ്പം 5-ാമത്തെ പാഠമൊക്കെ വരുമ്പോഴേക്കും മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലുംബടി ചെമ്പും ഇരുമ്പും, പിന്നെ തെയ്ത വൈത്താരികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ കയറി വരുമ്പോഴേക്കും അതിൻ്റെ ദ്രുത താളത്തിലേക്ക് അത് മാറുകയാണ്. മണിക്കല്ലായ മാർഗം നാളിൽ തെളിയുന്നു, മറ്റാറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ ചവളുന്നു. അതുപോലെ മനഗുണമുടയവരരുടാൾ വാനവർ അങ്ങനെ നല്ല ദ്രുത താളത്തിലേക്ക് അങ്ങ് മാറുന്നു. പിന്നെ വളരെ ഈ പാട്ടുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുരാതന പാട്ടുകൾ എന്നുള്ള പുസ്തകത്തിലാണ്. ഇതിൻ്റെ തന്നെ അവസാന ഭാഗത്ത് വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട്. പണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഉണ്ടായിരുന്നത്. ഈശോയുടെ 12 ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്ന 12 ആൾക്കാർ ഒരു കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്നുകൊണ്ട് ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് കളിക്കുമ്പോൾ ശിഷ്യരോടൊത്തുള്ള ഈശോയുടെ സഹവാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഈശോയുടെ ദൗത്യത്തിലാണ് നാം ഓരോരുത്തരും പങ്കുപറ്റുന്നത് എന്ന ഓർമ്മപ്പെടുത്തലും ഈ കലാരൂപം നമുക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ പൈതൃകമായ വിവിധ ആരാധനാലയങ്ങളോട് ചേർന്ന് വിവിധ കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളോട് ചേർന്ന് അനുഷ്ഠിക്കുകയും അതിലൂടെ അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാകാം മാർഗംകളിയിൽ ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ച തോമാസ് ലീഹായുടെ പൈതൃകത്തെ ആൾക്കാരിലേക്ക് രംഗകലയിലൂടെ എത്തിക്കുക എന്നൊരു പാരമ്പര്യം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. മാർഗംകളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കില്ലെങ്കിലും തീർച്ചയായും 15-ാം നൂറ്റാണ്ടിനപ്പുറം പോർച്ചുഗീസുകാരുടെ വരവിനപ്പുറം പോകുന്ന ഒരു ചരിത്രം ഇതിനുണ്ടെന്ന് ഇതിൻ്റെ ഭാഷ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ഭാരതീയമായ, പ്രത്യേകിച്ച് ദ്രാവിഡമായ ഭാഷാ ശൈലിയാണ് വന്ദനഗാനത്തിനെങ്കിലും തീർച്ചയായിട്ടും ഉള്ളത്. മെയ്ക്കണിന്ത പീലിയും മയിൽമേൽ തോന്നും മേനിയും തുടങ്ങിയുള്ള വരികൾ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് മനസ്സിലാകാത്തത്ര, അല്ലെങ്കിൽ തമിഴായി തോന്നുന്ന അത്ര അണിന്ത തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ പഴയ പ്രയോഗത്തെ അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷാ ശൈലിയെ അനുസ്മരിപ്പിക്കുന്നതാണ്. അത് 15-ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ഈ ഭാഷയെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. വന്ദനഗാനത്തിന് ശേഷം വരുന്ന 14 പാദങ്ങൾ അത്രത്തോളം തന്നെ പ്രാചീനമല്ല എന്ന് തോന്നാമെങ്കിലും 15-ാം നൂറ്റാണ്ട് വരെയെങ്കിലും എത്തിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ ഒരുപക്ഷെ മാർഗംകളിയെ പരിഷ്കരിച്ച ഒരു വ്യക്തിയായിരിക്കാനാണ് കൂടുതൽ സാധ്യത. പുരാതന പാട്ടുകളുടെ താളിയോല പകർപ്പുകളെ ആധാരമാക്കിയുള്ള പഠനമാണ് മുഖ്യമായും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അറിവനുസരിച്ച് ലോകത്തിൽ 4 താളിയോല ഗ്രന്ഥങ്ങളാണ് പുരാതന പാട്ടുകളുടേതായിട്ട് ഉള്ളത്. അതിൽ 3 എൻ്റെ കൈവശവും 1 അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ താമസിക്കുന്ന ഒരു ക്നാനായ യാക്കോബായ ഭവനത്തിലും ആണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും എൻ്റെ മുൻപിലിരിക്കുന്ന ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ 2 താളിയോല ഗ്രന്ഥങ്ങളിൽ മാർഗംകളി പാട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ താളിയോല ഗ്രന്ഥങ്ങൾ ഓരോന്നും 300 വർഷത്തിലധികം പഴക്കമുള്ളവയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതിനർത്ഥം 300 വർഷമെങ്കിലും ആയി മാർഗംകളിപ്പാട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത കൂടിയാണ്. അതിനെത്രയോ കാലം മുമ്പ് വാമൊഴിയായി കൈമാറ്റം ചെയ്തു വന്നവയായിരിക്കണം ഈ പാട്ടുകൾ. അതിൻ്റെ ഭാഗമായി തന്നെ അതിനൊരു രംഗകലയായി, ആടുന്ന രൂപമായി, പാടുന്ന കളിക്കുന്ന രൂപമായി മാർഗംകളി മാറിയിട്ടുണ്ടാകണം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം 1910 പിയു ലൂക്കാസ് കമ്പോസ് ചെയ്തിരിക്കുന്ന പുരാതന പാട്ടുകളുടെ ഗ്രന്ഥമാണ്. ഏതെങ്കിലും ഒരു നാടൻ പാട്ട് കൃതി മലയാളത്തിൽ ആദ്യമായി
എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്നത് ഈ കൃതിയിലൂടെയാണ്. ഈ കൃതിയിലും മാർഗംകളിപ്പാട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പൗരാണികതയെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. മാർഗംകളിയുമായി ബന്ധപ്പെട്ട ധാരാളം ലേഖനങ്ങളും തനിമയുടെ മധുഗീതി തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ മാർഗംകളി ആട്ടപ്രകാരം തുടങ്ങിയിട്ടുള്ള മാർഗംകളിയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുപോലെ തന്നെ ചുമ്മാർ ചൂണ്ടൽ എന്ന മഹാനായ വ്യക്തി തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന, അതുപോലെ തന്നെ നാടോടി വിജ്ഞാനി പഠനത്തിൽ തൻ്റെ ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച ചുമ്മാർ ചൂണ്ടൽ പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യൻ ഫോക്ലോർ അടക്കമുള്ള ധാരാളം കൃതികൾ, അതുപോലെ തന്നെ മാർഗംകളി എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ മാർഗംകളിയെക്കുറിച്ചുള്ള ഗവേഷണ ഗ്രന്ഥമാണ്. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ മാർഗംകളിയുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഒത്തിരിയധികം ആർട്ടിക്കിളുകളും ലേഖനങ്ങളും ഒക്കെ ധാരാളമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മാർഗംകളിയെ സംബന്ധിച്ച് ഇക്കാലം. തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പാടി ആടി കളിച്ചിരുന്നതായി 1570കളിൽ മഫൈ രചിച്ച കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനർത്ഥം അന്നുകാലം തൊട്ട് ഇപ്രകാരം ഒരു കളി മാർത്തോമാസ് ലീഹായെക്കുറിച്ച് ചൊല്ലി ആടുന്നതായി നമ്മുടെ മുമ്പിൽ രേഖകളുണ്ട് എന്നുകൂടിയാണ്. പിന്നീട് ധാരാളം രേഖകൾ മാർഗംകളി കളിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നവയായിട്ടുണ്ട്. വിദേശത്തു നിന്നുമൊക്കെ വരുന്ന വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി, അവരെ രസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ വിവാഹം, മാമോദീസ, പെരുന്നാളുകൾ തുടങ്ങിയവയോടൊക്കെ ബന്ധിച്ച് മാർഗംകളി കളിച്ചിരുന്നു. പണ്ടുതാതൻ തോമാശ്ലീഹാ തന്ന സത്യമാർഗദീപം താണു വീണു വണങ്ങുന്നു സാദരം ഞങ്ങൾ. തതിത്തിത്തൈ കച്ചകെട്ടി തൊങ്ങലിട്ട് പട്ടുമുണ്ടും വട്ടം കെട്ടി ചട്ടതൊപ്പിക്കുപ്പായങ്ങൾ തൊപ്പിക്കുമീതേ. നാടോടി കലകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ നടത്തിയ ഗവേഷണത്തിലാണ് ക്രൈസ്തവ രംഗകലയായ മാർഗംകളി പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. 1970 കാലഘട്ടങ്ങളായപ്പോഴേക്കും മാർഗംകളി ഏതാനും ചില തുരുത്തുകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മാർഗംകളിയെക്കുറിച്ച് കൂടുതലായി അദ്ദേഹം ഗവേഷണം നടത്തുന്നത്. മാർഗംകളി എന്ന കലാരൂപത്തിൻ്റെ പുനരുദ്ധാരണത്തിന് കോട്ടയം രൂപത വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ പാടില്ല. ഇന്ന് നാം ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ തിരുഹൃദയക്കുന്നും പഴമയുടെ പ്രാവിഡ്യപേറി നിൽക്കുന്ന ഇവിടുത്തെ സൗധങ്ങളും ഇതിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ഈ കലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ആദ്യ ചിന്തകൾ നടന്നത് ഇവിടെ തന്നെയാണ്. കോളേജ് അധ്യാപകനും നാടൻ കലകളുടെ നാട്ടാചാര്യനും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ ചുമ്മാർ ചൂണ്ടലും ദൈവശാസ്ത്ര വിശാരദനും കലാകാരനും കവിയുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജേക്കബ് വെള്ളിയാനും ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന വ്യക്തികളാണ്. അവരോടൊപ്പം ആദ്യകാലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട് എന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഈ സംരംഭത്തിന് പ്രഥമ പടിയായി അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ മാർഗംകളി ആശാന്മാരെയും, പ്രത്യേകിച്ച് മരങ്ങാട്ടിലാശാനെയും വട്ടോത്തുപറമ്പിൽ ആശാനെയും പാലത്തടത്തിൽ PT ജോസഫ് ആശാനെയും അതുപോലെ പലരെയും വിളിച്ചുകൂട്ടി തുടർന്ന് നാടൻ നൃത്തകലകളുടെയും ഭരതനാട്യത്തിൻ്റെയും കൈമുദ്രകളും പാദമുദ്രകളും ചുവടുകളും ചേർത്ത് ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ വെള്ളിയാനച്ചൻ്റെയും നേതൃത്വത്തിൽ മാർഗംകളിയെ പുതുതായി അണിയിച്ചൊരുക്കി കൂടുതൽ ആകർഷകമാക്കി അവതരിപ്പിക്കുവാൻ തുടങ്ങി. 1986 ഫെബ്രുവരി മാസം 8-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൻസാമിയെയും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി കോട്ടയത്ത് എത്തിയപ്പോൾ കോട്ടയം അതിമെത്രാസന മന്ദിരം സന്ദർശിക്കുകയും കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തീഡ്രൽ അങ്കണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജ്ഞാനായക്കാരുടെ തനതു കലയായ മാർഗംകളിയുടെ അകമ്പടിയോടുകൂടിയാണ് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. കലകളെയും സംസ്കാരങ്ങളെയുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, പ്രോത്സാഹിപ്പിച്ചിരുന്ന പരിശുദ്ധ പിതാവ് മാർഗംകളിയുടെ അവതരണത്തോടുകൂടി തന്നെ സ്വീകരിച്ചതിൽ അതീവ സന്തുഷ്ടനായിരുന്നു. ഭാരതത്തിലെ പുരാതനമായ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ നേരേഖയാണ്, ചരിത്ര സാക്ഷ്യമാണ് മാർഗംകളി പാട്ടുകളിലൂടെ തനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സദാവസരത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ ജനാലയിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ മാർഗംകളി വീക്ഷിച്ചതിന് ശേഷം മാർഗംകളിയുടെ നൃത്തച്ചുവടുകൾ വെച്ച കളിക്കാരെയും മറ്റ് ആയിരക്കണക്കിന് ആളുകളെയും പിതാവ് ആശീർവദിച്ചത് ഈ ജനലിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ്. 1984 ഹാദൂസ, പ്രകാശം എന്നർത്ഥം ഉള്ള ഹാദൂസ എന്ന സുറിയാനി വാക്കോടുകൂടി ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. അഖിലേന്ത്യാ രംഗകലാ കേന്ദ്രമായാണ് അതിനെ വിഭാവനം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ മാർഗംകളിയെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ ഒക്കെ വെളിച്ചത്തിൽ ഇപ്രകാരം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മാർഗംകളിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി. ആയോധന കലാ പാരമ്പര്യത്തിലൂന്നിയ മാർഗംകളി ആദ്യകാലങ്ങളിൽ അവതരിപ്പിച്ചിരുന്നത് പുരുഷന്മാരായിരുന്നെങ്കിലും 1984 മുതൽ സ്ത്രീകളും ഈ കലാരൂപം അവതരിപ്പിക്കുന്നു. ഇത് മാർഗംകളിയുടെ പ്രചരണത്തിനും വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സ്കൂൾ, കോളേജ് യുവജനോത്സവങ്ങളിലെ ജനപ്രിയമായ ഒരു മത്സര ഇനം കൂടിയാണ് മാർഗംകളി. ഒരു കലാരൂപം മത്സര ഇനമാകണമെങ്കിൽ 3 ജില്ലകളിൽ 3 സബ് ജില്ലകളിലായി 3 സ്കൂളുകളിലായി 27 സ്കൂളുകളിലെങ്കിലും കുറഞ്ഞ പക്ഷം ടീമുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സംസ്ഥാന തലത്തിൽ ഒരു ടീമിന് വിജയിയാകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പരമാവധി സ്കൂളുകളിൽ മാർഗംകളി ടീമുകളെ എത്തിക്കുക, പരമാവധി സ്കൂളുകളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, രക്ഷിതാക്കളിലേക്ക്, അധ്യാപകരിലേക്കൊക്കെ മാർഗംകളിയെ ഒരു രംഗകലയായി സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു കലയായി എത്തിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. ആ പശ്ചാത്തലത്തിലാണ് മാർഗംകളി ആശാന്മാരെ എല്ലാം വിളിച്ചുകൂട്ടുന്നതും മാർഗംകളിയുടെ ആട്ടപ്രകാരം ക്രമപ്പെടുത്തുന്നതും മാർഗംകളിക്ക് വേണ്ടി ഒരു കൃത്യമായ പുസ്തകം ചിട്ടവട്ടങ്ങളോടെ നിർമ്മിക്കുന്നതും എല്ലാ സ്കൂളുകളും, പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിൽ പോയി പല ടീച്ചേഴ്സിനെ കണ്ട് ബോധ്യപ്പെടുത്തി ടീമിനെ ഇറക്കാനായി സജ്ജമാക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആശാന്മാർക്ക് പരിശീലനം നൽകുന്ന കളരികൾ നൽകുന്നതുമൊക്കെ ഇതിൻ്റെ എല്ലാം തുടർച്ചയായ വർഷങ്ങളിൽ ധാരാളം ടീമുകൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനെത്തി സമ്മാനാർഹരാകുന്നത്. ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് യൂണിവേഴ്സിറ്റി തലത്തിലേക്ക്, പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റി തലത്തിൽ ഇത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി 1987 മാറുന്നത്. അവിടെയും സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിനെ അതിജീവിക്കാൻ സാധിച്ചത് അതുവരെ പുരുഷന്മാരുടെ മാത്രം കളിയായി അറിയപ്പെട്ടിരുന്ന മാർഗംകളിയെ സ്ത്രീകൾക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പുരുഷന്മാരുടെ കലയായി ഇത് അറിയപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം ഇത് ഒരു ആയോധന കലാരൂപമാണ് എന്നുള്ളതാണ്. ജ്ഞാനായ വിശ്വാസ പൈതൃകങ്ങളും ഒപ്പം അതിൻ്റെ സർഗാത്മകമായ വലിയ പാരമ്പര്യവും ഒത്തിണങ്ങുന്ന കലാരൂപം എന്നുള്ള നിലയിലാണ് നമ്മൾ മാർഗംകളിയെ കാണുന്നത്. ഇത് ജ്ഞാനായ സമുദായത്തിനകത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിലാണത് രൂപം കൊള്ളുന്നതെങ്കിലും പിന്നീട് അത്
ഏറ്റവും ആധുനികമായ അതിൻ്റെ ചരിത്രത്തിൽ അത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകുന്നു, സഹൃദയരുടെ ഭാഗമാകുന്നു. അങ്ങനെ കലയുടെ ഒരു ജനാധിപത്യവൽക്കരണം സംഭവിക്കുമ്പോൾ അത് കേരളം മുഴുവനും അല്ലെങ്കിൽ ആസ്വാദകർ, സഹൃദയർ അത് ഏറ്റെടുക്കുന്ന ഒരു പാരമ്പര്യമാണ് മറ്റ് കലാരൂപങ്ങൾ പോലെ തന്നെ നമുക്ക് മാർഗംകളിയുടെയും ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുക. പരിചമുട്ടുകളി, കളരിപ്പയറ്റ് തുടങ്ങിയവയ്ക്ക് സമാനമായ രീതിയിലുള്ള ചടുലമായ നീക്കങ്ങളാണ് മാർഗംകളിയിലുമുള്ളത്. ആയുധങ്ങൾ ഇല്ല എന്ന വ്യത്യാസം മാത്രമാണ് മാർഗംകളിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകൾക്ക് കൂടി പ്രവേശനമുള്ള ഒരു കലയാക്കി മാറ്റുമ്പോൾ സാമാന്യമായ ചില വ്യത്യാസങ്ങൾ വരുത്തുക അനിവാര്യമായി മാറുന്നു. ലാസ്യഭാവം കൊണ്ടുവരേണ്ടത് സ്ത്രീകൾക്ക് കളിക്കാൻ തക്ക രീതിയിൽ മാറ്റുന്നതിന് അനിവാര്യമാകുന്നു. അപ്രകാരമുള്ള ചില മാറ്റങ്ങൾ ചുവടുകളിൽ വരുത്തിയാണ് 1984 പുതിയ ആട്ടപ്രകാരം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നതോടുകൂടി സ്ത്രീകൾ ഈ കലാരൂപത്തെ ഏറ്റെടുക്കുകയും അവരുടേത് മാത്രമോ സ്വന്തമോ ഒക്കെയാക്കി മാറ്റുകയും ചെയ്തു. അതിലൂടെയാണ് വലിയ തോതിൽ ഈ കലാരൂപത്തിന് ജീവൻ വെച്ചത് എന്ന് തന്നെ പറയാൻ പറ്റും. ആശാന്മാരായി എത്തിയവരിലും ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നത് ഇതിന് തെളിവാണ്. ഈ ആശാന്മാർ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി മാർഗംകളി എന്ന രംഗകലയെ തുറന്നു കൊടുത്തോടുകൂടി എല്ലാ ആൾക്കാർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയത് ജനകീയതയെ വർദ്ധിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലേറെ ഈ മാർഗംകളി എന്ന രംഗകലയുടെ സവിശേഷമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിരത്തി 1983 മാർഗംകളി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് മാർഗംകളി പഠിപ്പിച്ചിരുന്നത് ആശാന്മാരായിരുന്നു. പ്രായമുള്ള നേരത്തെ പഠിച്ചിരുന്ന ആശാന്മാർക്കായിരുന്നു അന്ന് വശമുള്ളത്. അപ്പോൾ അത് കൃത്യതയിലേക്ക് വരുത്തുന്നതിനായി കോട്ടയം ഹാദൂസ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് മാർഗംകളി ക്രിസ്ത്യൻ കലയ്ക്ക് വേണ്ടി രൂപീകൃതമായ മാർഗംകളി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഹാദൂസ. മാർഗംകളിയിൽ നമുക്ക് കൃത്യമായ ചുവടുകളും കൈമുദ്രകളും അംഗചലനങ്ങളുമുണ്ട്. കൃത്യമായ വേഷവിധാനങ്ങളുണ്ട്. അത് നിയമാനുസൃതമായി ചിട്ടപ്പെടുത്തി ആട്ടപ്രകാരം തയ്യാറാക്കിയിരിക്കുന്നതാണ്. കേരളത്തിലെ ക്രൈസ്തവ സ്ത്രീകൾ ധരിച്ചിരുന്ന 3 വസ്ത്രങ്ങളാണ് ചട്ടയും മുണ്ടും നേരുതും. കേരളത്തിലെ സ്ത്രീകൾ തുന്നലില്ലാത്ത വസ്ത്രമായ മേൽമുണ്ടാണ് ധരിച്ചിരുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്ന ക്രൈസ്തവരായ സ്ത്രീകളാണ് തുന്നലോട് കൂടിയ ചട്ട ആദ്യമായി ധരിക്കാൻ തുടങ്ങിയത്. മുസ്ലിം സ്ത്രീകളുടെ ഉടുപ്പുമായി സാമ്യമുള്ളതാണ് ചട്ട. കഴുത്ത് വീനക്കും കൈമുട്ട് വരെ നീളവുമായാണ് ചട്ട തയ്ച്ചു വരുന്നത്. അടുത്തതായി മുണ്ടാണ്. മുണ്ട് ഇതുപോലെ അടുക്കിട്ട് ഞൊറിഞ്ഞ് വിശറി പോലെ ആക്കി ഒതുക്കത്തിലായിരുന്നു അമ്മച്ചിമാർ ഉടുത്തിരുന്നത്. കുലീനത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് മേൽമുണ്ട് അഥവാ കവണി ധരിച്ചിരുന്നത്. ഇതുപോലെ ഞൊറിവുകളാക്കി ഉടുത്ത് സൈഡിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്രോച്ചും ധരിച്ചിരുന്നു. കേശാലങ്കാരത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ സ്ത്രീകൾ മുടി കെട്ടിയിരുന്നത് മൈക്കിട്ട് കെട്ടിയാണ്. മൈക്കിട്ട് ഇതുപോലെയാണ് കെട്ടുന്നത്. ക്നാനായ കല്യാണങ്ങളുടെ ഭാഗമായി കല്യാണത്തിൻ്റെ തലേദിവസം മൈലാഞ്ചി ഇടിയിൽ ചടങ്ങ് നടത്താറുണ്ട്. ഇതിൻ്റെ ഭാഗമായി കയ്യിലും കാലിലും മൈലാഞ്ചി അണിയിച്ചാണ് മാർഗംകളി കളിക്കുന്നത്. ക്നാനായ സ്ത്രീകൾ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിരുന്നവരാണ്. പ്രധാനമായും കാലിൽ കാൽത്തള, കയ്യിൽ കാപ്പുവള, കാശുമാല, കുണുക്ക്, കാതിൽപ്പൂ മുതലായവയാണ് അവരണിഞ്ഞിരുന്ന ആഭരണങ്ങൾ. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രാചീന കാലത്തുണ്ടായിരുന്ന മാർഗംകളിയും 1984 ശേഷമുള്ള മാർഗംകളിയും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് എന്ന് കാണാൻ പറ്റും. ഇന്ന് മാർഗംകളി ഒരു മത്സര ഇനത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. 10 മിനിറ്റ് സമയത്തിനുള്ളിൽ മാർഗംകളി അവതരിപ്പിക്കണം എന്നതും മാർഗംകളി ടെക്സ്റ്റിന് പുറത്തു നിന്നുള്ള പാട്ടുകൾ പാടിയാൽ ഒരുപക്ഷെ അസാധുവായി തീർന്നേക്കാം എന്ന ഭയവുമൊക്കെ ഇത്തരം ഇടപ്പാട്ടുകളെ മാർഗംകളിയിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടാകാം. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആശാന്മാരും
മറ്റു ഇതെല്ലാം ഏപ്പാശാന്, ലൂക്കാശാന്, ഇങ്ങനെ കുറേ വ്യക്തികളുണ്ടായിരുന്നു. അന്ന് ഒരു പാദം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടവേള സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഇടപ്പാട്ട് പാടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൽ 2 വരി പാട്ട് ഞാൻ പാടാൻ ഉദ്ദേശിക്കുകയാണ്. ഓശാ കളിമുട്ടിനുമീതേ മറുപാ മദ്ദള വീശിന തുടികൾ ഓശേ ഇലകോശമതേറിയ ശങ്കുടുകൊമ്പുകളും അരഹരഹര കൊട്ടകയെല്ലാം കൈമണി വീണകൾ താരകളെ തുടയാ പാടി താശി പറഞ്ഞിടുവാൻ കുഴിതാളങ്ങൾ ചെണ്ടകൾ കൈമണി താളം പൂലോ ശ്രീമംഗലടിയൊടുടി കൊടുമദ്ദളവും എന്നും പേശി പാൻ വെച്ചരിനമ്പുകൾ തിത്തത്താതിത്തേ. ഈ 10 മിനിറ്റിലേക്ക് ഒതുക്കേണ്ടി വരുമ്പോൾ എല്ലാ പാദങ്ങളും കളിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള പാദങ്ങളിൽ തന്നെ ചില വരികൾ മാത്രമായി സെലക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ വരികളുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ ശോഷണം സംഭവിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ ഒരു വലിയ വ്യത്യാസം ഇന്നത്തെ മാർഗംകളിയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം മാർഗംകളി ജനകീയമാകുന്നതിൽ ഈ വ്യത്യാസങ്ങൾ അടിസ്ഥാനപരമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. മഹത്തായ നസ്രാണി പാരമ്പര്യത്തിൻ്റെ ഭാഗമായ മാർഗംകളി എന്ന കലാരൂപം നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും കൂടുതൽ ജനകീയമാക്കുന്നതിനും BCM കോളേജിനും അതോടൊപ്പം തന്നെ സെൻറ് ആൻഡ് സ്കൂളിനും സാധിച്ചിട്ടുണ്ട്. BCM കോളേജിൽ പഠിച്ച കുട്ടികൾ ഇന്ത്യയിലും വിദേശത്തും മാർഗംകളിയുടെ പരിശീലകരായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മാർഗംകളിയെ കൂടുതൽ ജനകീയമാക്കുവാൻ BCMലെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഓട്ടോണമസ് പദവി ലഭിച്ച ഈ വർഷം മുതൽ മാർഗംകളിയെ ഒരു ക്രെഡിറ്റ് കോഴ്സായി സിലബസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മാർഗംകളി എന്ന പാരമ്പര്യ കലാരൂപത്തെ നിലനിർത്തുവാൻ, പ്രൗഢി ചോരാതെ നിലനിർത്തുവാൻ BCM എന്നും കൂടെ ഉണ്ടാവും. തീർച്ചയായും മാർഗംകളി പാരമ്പര്യത്തിൻ്റെ പാദസ്പർശമാണ്. കാലുകൊണ്ട് കുത്തി നിൽക്കുന്ന മണ്ണിലാണ് നമുക്ക് ജീവിക്കാനാവുക. അതിനപ്പുറം മാർഗംകളിയിൽ 14 പാദങ്ങൾ ചേരുന്നു എന്നതും ഈ പാദസ്പർശം എന്ന വാക്കിനെ പുണ്യവാക്കായി മാറ്റുന്നുണ്ട്. പാരമ്പര്യം അത് പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മാർഗത്തിലേക്ക്, ക്രിസ്തുവാകുന്ന മാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ തോമാസ് ലീഹായെപ്പോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമുക്കും സാധിക്കാൻ മാർഗംകളിയുടെ പരിശീലനവും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അനുഭവവും നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ീ